ശുഭാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കിഴങ്ങും ബീൻസും വെച്ചിട്ട് നല്ലൊരു മെഴുക്കുവരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകവും വറ്റൽമുളകും ഇട്ട് 1 സെക്കൻഡോളം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 7-8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 സെക്കൻഡ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതായ ബീൻസും കിഴങ്ങും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറു തീയിൽ വെച്ച് നമുക്കിത് അടപ്പടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് സമയത്തിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ തന്നെ ഇതിലേക്ക് മാങ്ങയുടെ പൗഡറാണ്, അതായത് ആംചൂർ പൗഡർ എന്ന് പറയുന്ന ആ മാങ്ങയുടെ പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഡ്രൈ മാംഗോ പൗഡർ ഇടുമ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ചെറിയതായിട്ടൊരു പുളിപ്പ് പോലെയൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മസാലയെല്ലാം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഇത് ചെറു തീയിലിട്ട് 5 മിനിറ്റോളം സമയം ഇതൊന്ന് വേവിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടപ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ അടപ്പിലിരിക്കുന്ന ആ നീരാവിയുടെ വെള്ളം കളയരുത്. ആ വെള്ളം തന്നെ നമുക്കിതിലേക്ക് ഒന്ന് കുടഞ്ഞു കൊടുക്കാം. കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കിഴങ്ങും ബീൻസും ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആംചൂർ മസാലപ്പൊടി ഇട്ട് ചേർത്തുണ്ടാക്കിയ ഈ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. എളുപ്പത്തിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.